പ്രിയരെ നമസ്കാരം. പൗരാണിക കഥകൾ പറയുന്ന ഹിസ്റ്ററി ആൻഡ് സ്റ്റോറി ഓഫ് വണ്ടർ വേൾഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും മലയാള ഭാഷയിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് നിങ്ങളുടെ വിനീതമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പത്മപുരാണം, വായുപുരാണം, നാരദപുരാണം, അഗ്നിപുരാണം, വരാഹപുരാണം, വാമനപുരാണം, ബ്രഹ്മപുരാണം, വിഷ്ണുപുരാണം എന്നീ പുരാണങ്ങൾക്ക് ശേഷം 18 പുരാണങ്ങളിലെ മറ്റൊരു പുരാണമായ ശിവപുരാണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശിവപുരാണം എന്നത് ശിവന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ വിവിധ രൂപങ്ങൾ, പാർവതി ദേവിയുമായുള്ള ബന്ധം എന്നിവയ്ക്കായി സമർപ്പിക്കുന്ന ശൈവ പാരമ്പര്യത്തിന്റെ ഒരു പ്രമുഖ ഹൈന്ദവ ഗ്രന്ഥമാണ്. 18 പുരാണങ്ങളിൽ ഒന്നായ ശിവപുരാണം പരമ്പരാഗതമായി 24,000 ശ്ലോകങ്ങളാൽ വേദവ്യാസനാൽ രചിക്കപ്പെട്ടതാണ്. ഈ ഗ്രന്ഥത്തിൽ പ്രപഞ്ചശാസ്ത്രം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സംരക്ഷണം, നാശം എന്നിവ ഉൾക്കൊള്ളുന്നു. കൂടാതെ കഥകളിലൂടെ ശൈവ തത്വചിന്തയെയും യോഗാഭ്യാസങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനവും പകർന്നു നൽകുന്നു. പരമശിവൻ തൻ്റെ പത്നിയായ പാർവതി ദേവിയെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ അദ്ദേഹം തന്നെയാണ് ശിവപുരാണം ആദ്യമായി വിവരിച്ചതെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. കലി കാലഘട്ടത്തിലെ ഒരു മനുഷ്യന്റെ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും ശുദ്ധീകരിച്ച് അവന്റെ അന്തർലീനമായ അസുര പ്രവണതകൾ പരിഹരിച്ചുകൊണ്ട് ഭഗവാൻ ശിവനെ പ്രാപിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്താണെന്ന് അറിയുവാനുള്ള ആഗ്രഹം ശൗനക മഹർഷി സുതമുനിയോട് പ്രകടിപ്പിച്ചു. തുടർന്ന് സുതൻ എല്ലാ പുരാണങ്ങളിലും വെച്ച് പരമോന്നത ശിവപുരാണത്തെക്കുറിച്ച് വിവരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിവരണങ്ങൾ ശിവൻ തന്നെ വിവരിച്ചതും പിന്നീട് മഹർഷി സനത് കുമാരന്റെ അനുമതിയോടെ വ്യാസമുനി സാധാരണക്കാരുടെ ആഗ്രഹത്തിനായി വീണ്ടും പറയുകയും ചെയ്തു. സൗത്തി എന്നും അറിയപ്പെടുന്ന സുധൻ പറഞ്ഞു, ശിവമഹാപുരാണത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും അതിനെ സ്തുതിക്കുന്നതിലൂടെയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയോ എല്ലാ യാഗങ്ങളും അനുഷ്ഠിക്കുന്നതിലൂടെയോ നേടാൻ കഴിയുന്നതിനേക്കാൾ വലിയ പുണ്യങ്ങൾ ഒരു മനുഷ്യൻ നേടുന്നു. ശിവമഹാപുരാണത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൽപ്പതാരു, അതായത് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്ന ഒരു പുരാണ വൃക്ഷം പോലെ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു. ശിവമഹാപുരാണത്തിന്റെ 7 അധ്യായങ്ങളിലായി 24,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരു പ്രാവശ്യം ശിവപുരാണം കേൾക്കുന്നത് ഒരു മനുഷ്യനെ അവൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. 2 പ്രാവശ്യം കേൾക്കുന്നത് ശിവനിൽ ഭക്തി വളർത്താൻ സഹായിക്കുന്നു. 3 പ്രാവശ്യം ശിവപുരാണം കേൾക്കുന്നത് ഒരു മനുഷ്യനെ ശിവധാമത്തിലെത്താൻ സഹായിക്കുന്നു. മനുഷ്യമോചനത്തിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ശിവമഹാപുരാണം. മനുഷ്യവർഗത്തിന് പൂർണ്ണ പ്രയോജനം ലഭിക്കാൻ ശൗനകമുനി ശിവപുരാണം കേൾക്കുന്നതിനുള്ള ശരിയായ രീതിയെക്കുറിച്ച് പറഞ്ഞു തരുവാൻ സുതമുനിയോട് ആവശ്യപ്പെട്ടു. സുതമുനി പറഞ്ഞു തുടങ്ങി, ആദ്യമായി ഒരു ശുഭമുഹൂർത്തം ഒരു ജ്യോതിഷി നിർണയിക്കണം. അതിനുശേഷം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിക്കണം. പ്രത്യേകിച്ചും ഇത്തരം അവസരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന പ്രവണതയുള്ളവരെ, ഋഷിമാരെയും സദ്വൃത്തരെയും ക്ഷണിക്കണം. സംഭ്രാന്തി ഉളവാക്കുന്ന സ്ഥലങ്ങൾ, അതായത് ശിവക്ഷേത്രം, ഏതെങ്കിലും തീർത്ഥാടന സ്ഥലം, അല്ലെങ്കിൽ ഭൂമി പൂജ നടത്തിയ ശേഷമുള്ള സ്ഥലത്തോടു കൂടിയ ഒരാളുടെ വീട് എന്നിവ ശിവപുരാണത്തിന്റെ കഥകൾ പറയാൻ സഹായകമായിരിക്കും. മേൽത്തട്ടി നന്നായി അലങ്കരിക്കണം. ഒരു ദൃഢനിശ്ചയം എടുത്ത് എല്ലാ തടസ്സങ്ങളെയും നശിപ്പിക്കുന്ന ഗണപതിയെ ആരാധിച്ച ശേഷം കഥ ആരംഭിക്കണം. കഥ പറയുന്നയാൾ വടക്കോട്ട് അഭിമുഖമായും എല്ലാ ശ്രോതാക്കളും കിഴക്കോട്ട് അഭിമുഖമായും ഇരിക്കണം. കഥ പറയുന്നയാൾ ഒരു പണ്ഡിതനായിരിക്കണം. ശ്രോതാവിൻ്റെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ കഴിവുള്ളവനായിരിക്കണം. കഥയുടെ സമയത്ത് മറ്റൊരു തരത്തിലുള്ള ശ്രദ്ധയും ഉണ്ടാകരുത്. തൻ്റെ എല്ലാ ലൗകിക ആശങ്കകളും ഉപേക്ഷിച്ച് കഥ കേൾക്കുന്ന ഒരു ഭക്തന് പൂർണ്ണമായ നേട്ടങ്ങൾ ലഭിക്കും. ഒരു ഭക്തൻ തൻ്റെ കഴിവിനും പരിധിക്കും അനുസൃതമായി ദാനങ്ങളും വഴിപാടുകളും നൽകണം. അല്ലാത്ത പക്ഷം അവൻ ഒരു നികൃഷ്ട മനുഷ്യനായി മാറും. ഓം നമശിവായ എന്ന മന്ത്രം കഥാകാലയളവിലുടനീളം ജപിക്കണം. ശിവമഹാപുരാണത്തിന്റെ കഥ കേൾക്കാൻ ഒരു അജ്ഞനും അവകാശമില്ല. അതിനാൽ ശിവമഹാപുരാണത്തിന്റെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ദീക്ഷ സ്വീകരിക്കണം. ശിവപുരാണത്തിന്റെ കഥ കേൾക്കാൻ വ്രതം എടുത്ത ഭക്തൻ ബ്രഹ്മചാരിയായി ജീവിക്കണം. തറയിൽ ഉറങ്ങുകയും ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തുകയും വേണം. കഥ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അയാൾക്ക് സാധാരണ അത്താഴം കഴിക്കാൻ കഴിയൂ. ഭക്ഷണക്രമം പുതുമയുള്ളതും ശുദ്ധവുമായിരിക്കണം. കാമം, കോപം, അത്യാഗ്രഹം, ആസക്തി, മറ്റുള്ളവയെ കുറ്റപ്പെടുത്തൽ തുടങ്ങിയ പാപകരമായ പ്രവണതകൾ ഒഴിവാക്കാനും അയാൾ ശ്രമിക്കണം. തുച്ഛമായ വസ്തുക്കൾ പോലും ദാനം ചെയ്യുന്നത് അചഞ്ചലമായ പുണ്യങ്ങൾ നൽകുന്നു. കഥയുടെ ക്രമാനുഗതമായ പൂർത്തീകരണത്തിനു ശേഷം ഒരു ഭക്തൻ ചതുർദശി ഉദ്യമനത്തിന് സമാനമായ ഉദ്യമനം, അതായത് കഥയുടെ സമാപനം നടത്തണം. കഥയുടെ പ്രകടനത്തിൽ സഹായിച്ച എല്ലാ ബ്രാഹ്മണർക്കും ഭക്തൻ ദാനധർമ്മങ്ങൾ ചെയ്യണം. അടുത്ത ദിവസം തന്നെ ശിവഗീതയുടെ പാത നടത്തണം.
കഥയുടെ ശ്രോതാവ്, അതായത് ഭക്തൻ, ഒരു ഗൃഹസ്ഥനാണെങ്കിൽ കഥയുടെ പൂർത്തീകരണം തടസ്സമില്ലാതെ ശാന്തമാക്കുന്നതിനായി പശുവിന്റെ പാലിൽ നിന്ന് തയ്യാറാക്കിയ നെയ്യ് ഉപയോഗിച്ച് ഹവനം നടത്തണം. രുദ്രസംഹിത മന്ത്രങ്ങൾ ഉപയോഗിച്ചോ, ഗായത്രി മന്ത്രം ഉപയോഗിച്ചോ, അല്ലെങ്കിൽ പുരാണത്തിലെ ശ്ലോകങ്ങൾ ഉപയോഗിച്ചോ ഹവനം നടത്തണം. പ്രിയരെ, ശിവമഹാപുരാണത്തിൽ 7 അധ്യായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവ വിദ്വേശ്വർ സംഹിത, രുദ്രസംഹിത, ശത്രുത സംഹിത, കോടി രുദ്രസംഹിത, ഉമാ സംഹിത, കൈലാസ സംഹിത, വൈവിയ സംഹിത എന്നിവയാണ്. ആദ്യ അധ്യായമായ വിദ്വേശ്വർ സംഹിതയിൽ 24 ഭാഗങ്ങളുണ്ട്. പ്രിയരെ, വിദ്വേശ്വർ സംഹിതയിലെ ആദ്യ ഭാഗത്തിൽ സന്യാസിമാരുടെ അന്വേഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഒരിക്കൽ പ്രയാഗ് ക്ഷേത്രത്തിൽ ഋഷിമാർ ഒരു യാഗം നടത്തുകയായിരുന്നു. സുതൻ എന്ന മഹർഷി അതറിഞ്ഞ് അവിടെയെത്തി. അദ്ദേഹത്തെ ദർശിക്കാനായതിനാൽ എല്ലാ ഋഷിമാരും അത്യധികം ആദരവ് പ്രകടിപ്പിക്കുന്നു. അവർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, ഗുരുദേവ, ഒരു മനുഷ്യന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങയിൽ നിന്നും നിരവധി കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഞങ്ങൾ ഒരു പ്രത്യേക കാര്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാ ജാതികളും അവരവരുടെ കടമകൾ മറന്നുപോയ ഈ കാലഘട്ടത്തിൽ മനുഷ്യ മൂല്യങ്ങളുടെ തകർച്ച തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സുതൻ മറുപടി പറഞ്ഞു, ഹേ മഹാപുരുഷന്മാരെ, ഈ കലികാലഘട്ടത്തിൽ നിങ്ങളുടെ അന്വേഷണത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു മനുഷ്യന് അനുഗ്രഹം നേടാൻ കഴിയുന്ന രീതിയെക്കുറിച്ച് ഞാൻ തീർച്ചയായും നിങ്ങളോട് പറയാം. ലൗകിക സുഖങ്ങളും മോക്ഷവും നൽകുന്ന വേദാന്ത തത്വചിന്തയുടെ സത്ത ശിവമഹാപുരാണത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഓർമ്മ മാത്രം മനുഷ്യന്റെ എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നു. രുദ്രസംഹിത ശ്രദ്ധയോടെ പഠിക്കുന്നവന്റെ ഏറ്റവും വലിയ പാപങ്ങൾ തൽക്ഷണം നശിക്കുന്നു. ഭൈരവ വിഗ്രഹത്തിന് മുൻപിൽ നിശബ്ദമായി രുദ്രസംഹിത പഠിക്കുന്നവന്റെ എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. ഒരു ആൽമരത്തിനു ചുറ്റും പ്രദക്ഷിണം ചെയ്ത് രുദ്രസംഹിത പഠിച്ചാൽ ഒരു മനുഷ്യൻ ബ്രാഹ്മണനെ കൊന്ന പാപത്തിൽ നിന്ന് മോചനം നേടുന്നു. കൈലാസ സംഹിത രുദ്രസംഹിതയേക്കാൾ ശ്രേഷ്ഠമാണ്. അത് ഓംകാരത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. ശിവമഹാപുരാണം സൃഷ്ടിച്ചത് ശിവൻ തന്നെയാണ്. അതിൽ 12 സംഹിതകൾ അടങ്ങിയിരിക്കുന്നു. അവ വിദ്വേശ്വർ, രുദ്രൻ, വിനായകൻ, ഉമ, മാത്രി, ഏകാദശ രുദ്രൻ, കൈലാസം, ശതരുദ്രൻ, കോടിരുദ്രൻ, സഹസ്രകോടി, വായാവിയൻ, ധർമ്മം എന്നിവയാണ്. തുടക്കത്തിൽ 1,00,000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വ്യാസമുനി 24,000 ശ്ലോകങ്ങളായി ഇത് കൃത്യമായി നിർവചിച്ചു. 7 സംഹിതകൾ ഉൾക്കൊള്ളുന്ന 4ാമത്തേതാണ് ഇപ്പോഴത്തെ ശിവപുരാണം. മുൻപത്തെ 3 ശിവപുരാണങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. വേദാന്ത രഹസ്യങ്ങളുടെ ശാസ്ത്രീയമായ വിശകലനമാണ് ഈ ദിവ്യ ശിവപുരാണത്തിന്റെ പ്രധാന വിഷയം. ശിവപുരാണം പഠിക്കുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ നേടാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്നു. പ്രിയരെ, വിദ്വേശ്വർ സംഹിതയുടെ 2ാം ഭാഗത്തിൽ പുരാണത്തിന്റെ നിർദ്ദേശവും അർത്ഥവും ഉൾക്കൊള്ളുന്നു. സുതൻ തന്റെ വിവരണം തുടർന്നു. ശ്വേതവരാഹ കൽപ്പത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ 6 പ്രമുഖ മുനിമാർ ത്രിവേണിയുടെ അടുത്ത് ഒത്തുകൂടി. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരിൽ ആരാണ് വലിയ ദേവൻ എന്നതിനെക്കുറിച്ച് അവർ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. അവരുടെ തർക്കമങ്ങനെ അനിശ്ചിതത്വത്തിൽ തുടർന്നു. അതിനാൽ അവർ ഉത്തരം തേടി ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവ് അവരോട് പറഞ്ഞു, അല്ലയോ പൂജനീയരായ മഹർഷിമാരെ, വിഷ്ണുവിൻ്റെയും രുദ്രന്റെയും എന്റെയും മറ്റു എല്ലാ സൃഷ്ടികളുടെയും ഉറവിടം മഹാദേവനല്ലാതെ മറ്റാരുമല്ല. ശിവനുമായുള്ള ഐക്യമായിരിക്കണം ആ ലക്ഷ്യം കൈവരിക്കാനുള്ള ഒരു മനുഷ്യന്റെ ലക്ഷ്യം. ശിവന്റെ ഗുണങ്ങൾ കേൾക്കുക, ഭക്തിഗാനങ്ങൾ ആലപിക്കുക, അദ്ദേഹത്തെ ധ്യാനിക്കുക എന്നിവയാണ് ശിവനുമായി ഐക്യപ്പെടുവാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ മാർഗങ്ങൾ. പ്രിയരെ, വിദ്വേശ്വർ സംഹിതയുടെ 3ാം ഭാഗത്തിൽ ശ്രവണം, കീർത്തനം, ധ്യാനം എന്താണെന്ന് വിശദീകരിക്കുന്നു. ആരാധനയിലൂടെയും ദൈവനാമം ജപിച്ചുകൊണ്ടും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് വിളിക്കുന്നത്. സ്തോത്ര രൂപത്തിലോ വേദങ്ങളിലെ സ്തുതിഗീതങ്ങളുടെ രൂപത്തിലോ സ്വന്തം ഭാഷയിലോ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നതിനെയാണ് കീർത്തനം എന്ന് വിളിക്കുന്നത്. ശ്രവണം എന്നത് സൂചിപ്പിക്കുന്നത് ആത്മീയ പഠിപ്പിക്കലുകൾ, ദിവ്യകഥകൾ, ദൈവത്തിന്റെ മഹത്വങ്ങൾ എന്നിവ മനഃപൂർവ്വം ആഴത്തിൽ കേൾക്കലാണ്. ഈ പറഞ്ഞ 3 പ്രവൃത്തികളാണ് മോക്ഷം നേടാനുള്ള പരമമായ മാർഗങ്ങൾ. പ്രിയരെ, വിദ്വേശ്വർ സംഹിതയുടെ 4ാം ഭാഗത്തിൽ ശിവലിംഗത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇപ്പോൾ വിശദീകരിച്ച 3 പ്രവർത്തനങ്ങളായ ശ്രവണം, കീർത്തനം, മനനം അഥവാ ധ്യാനം പിന്തുടരുവാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാൾ ശിവലിംഗത്തെ ആരാധിക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ പോലും ലോകത്തിലെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയുമെന്ന് സുതൻ പറയുന്നു. ശിവലിംഗത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ സുതൻ വിശദീകരിച്ചു, സർവശക്തനായ ദൈവത്തിന്റെ, അതായത് ബ്രഹ്മത്തിന്റെ പ്രകടനമാണ് ശിവൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിഷ്കലൻ എന്നറിയപ്പെടുന്നത്. നിഷ്കലൻ എന്നാൽ രൂപമില്ലാത്ത, ഭാഗമാകാത്ത, ഗുണങ്ങളില്ലാത്ത എന്നാണ് അർത്ഥമാക്കുന്നത്.
ദിവ്യ സൗന്ദര്യം കാരണം ശിവനെ സഗുണൻ, അതായത് രൂപമുള്ള ദൈവം എന്നും വിളിക്കുന്നു. സഗുണൻ എന്ന പദം മറ്റൊരു വിധത്തിലും പ്രകടിപ്പിക്കപ്പെടുന്നു, അതായത് സകലൻ. ശിവലിംഗം ശിവന്റെ രൂപത്തെ പ്രതീകപ്പെടുത്തുന്നതിനാലാണ് അതിനെ ആരാധിക്കപ്പെടുന്നത്. ശിവനെ നിർഗുണൻ, അതായത് ഗുണങ്ങളൊന്നും ഇല്ലാത്തവനായും കണക്കാക്കുന്നു. ശ്വേതവരാഹ 1-ാം കൽപ്പത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ തങ്ങളുടെ ശ്രേഷ്ഠത തെളിയിക്കാൻ ഒരു യുദ്ധം നടന്നു. അവരുടെ അഹങ്കാരത്തിന് മുൻപിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ശിവലിംഗത്തിന്റെ ആകൃതിയിലുള്ള തന്റെ രൂപവും അവർക്ക് കാണിച്ചു കൊടുത്തു. അന്ന് മുതൽക്കാണ് ശിവലിംഗം പ്രസിദ്ധമായത്. പ്രിയരെ, 5-ാം ഭാഗത്തിൽ ദേവതകൾ കൈലാസത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ നന്ദികേശൻ വിവരിച്ചു. ഒരിക്കൽ യാത്രാമധ്യേ ബ്രഹ്മാവ് വിഷ്ണുവിന്റെ വാസസ്ഥലത്തെത്തി. അദ്ദേഹം വിഷ്ണുവിനെ കണ്ടു. ശേഷനാഗത്തിൽ വിശ്രമിക്കുന്ന വിഷ്ണുവിനെ ഗരുഡനും മറ്റു പരിചാരകരും പരിചരിക്കുകയായിരുന്നു. വിഷ്ണു തന്നെ സ്വീകരിക്കുവാൻ എഴുന്നേൽക്കാത്തത് കണ്ടപ്പോൾ ബ്രഹ്മാവ് അത്യധികം ക്ഷുഭിതനായി. വളരെ വേഗത്തിൽ അവർക്കിടയിൽ വാക്കാലുള്ള ദ്വന്ദ്വയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ തർക്കം വളരെ രൂക്ഷമായിരുന്നു. തർക്കം മൂത്ത് അവർക്കിടയിൽ ഒരു യുദ്ധം രൂപപ്പെട്ടു. വളരെ കാലം ആ പോര് തുടർന്നു. യുദ്ധം വീക്ഷിക്കാൻ എല്ലാ ദേവന്മാരും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി. യുദ്ധം അവസാനിക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണാഞ്ഞപ്പോൾ അവർ അത്യധികം വിഷമിതരായി. സഹായ അഭ്യർത്ഥനയുമായി ശിവന്റെ അടുക്കിലേക്ക് പോകുവാൻ അവർ തീരുമാനിച്ചു. പ്രിയരെ, ശിവപുരാണത്തിന്റെ ആദ്യ അധ്യായത്തിലെ വിദ്വേശ്വര സംഹിതയുടെ 6-ാം ഭാഗത്തിൽ അനൽ സ്തംഭം, അതായത് അഗ്നിസ്തംഭത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. എല്ലാം അറിയാമായിരുന്നിട്ടും അജ്ഞത നടിച്ചുകൊണ്ട് ശിവൻ അവരോട് ലോകത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് ചോദിച്ചു. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ദേവന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ശിവൻ തന്റെ 100 ഗണങ്ങളെ അയച്ച് ഇരു ദേവന്മാരെയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൂടെ തന്നെ അദ്ദേഹവും മാതാവ് പാർവതിയും ഒരു രഥത്തിൽ കയറി രണഭൂമിയിലേക്ക് പോയി. ഭഗവാൻ ശിവൻ തൽസ്ഥലത്തെത്തിയപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും യഥാക്രമം അവരുടെ മാരകായുധങ്ങളായ മഹേശ്വരാസ്ത്രവും പാശുപതാസ്ത്രവും പ്രയോഗിക്കുവാൻ തയ്യാറാവുന്നതായി കണ്ടു. ഈ മാരകായുധങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന നാശത്തെ ഭയന്ന് ഭഗവാൻ ശിവൻ ഇരുവർക്കുമിടയിൽ അനലസ്തംഭത്തിന്റെ, അതായത് അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനകം തന്നെ ബ്രഹ്മാവും വിഷ്ണുവും അവരുടെ ആയുധങ്ങൾ തൊടുത്തിരുന്നു. ആ 2 ആയുധങ്ങളും ആ അഗ്നിസ്തംഭത്തിൽ വീണു പൊലിഞ്ഞു. ആകാശം വരെ എത്തുന്നതും ഭൂമിയിലേക്ക് തുളച്ചു കയറുന്നതുമായ അത്രയും വലിപ്പമുള്ള അഗ്നിസ്തംഭം കണ്ട് ബ്രഹ്മാവും വിഷ്ണുവും അത്യധികം അത്ഭുതപ്പെട്ടു. വിഷ്ണു സ്വയം ഒരു പന്നിയായി രൂപാന്തരപ്പെട്ട് ആ അഗ്നിസ്തംഭത്തിന്റെ അടിത്തറ കണ്ടെത്താൻ പാതാളത്തിലേക്ക് പോയി. എന്നാൽ അദ്ദേഹം തന്റെ ശ്രമത്തിൽ പരാജയപ്പെട്ട് തിരിച്ചു വന്നു. അതുപോലെ ബ്രഹ്മാവ് സ്വയം ഒരു ഹംസമായി രൂപാന്തരപ്പെട്ട് സ്തംഭത്തിന്റെ പരിധി കണ്ടെത്താൻ ആകാശത്തേക്ക് പറന്നു. ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വാടിപ്പോയ ഒരു കേതകി പുഷ്പത്തെ അദ്ദേഹം കണ്ടുമുട്ടി. അതിൽ അപ്പോഴും പുതുമയും സുഗന്ധവും അവശേഷിച്ചിരുന്നു. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും നിഷ്ഫലമായ ശ്രമങ്ങൾ കണ്ട് ഭഗവാൻ ശിവൻ പുഞ്ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയുടെ ഫലമായി കേതകി പുഷ്പം അതിൻ്റെ ശാഖയിൽ നിന്നും അടർന്നു വീണു. സൃഷ്ടിയുടെ തുടക്കം മുതൽ ഞാൻ ഇവിടെ നിലകൊള്ളുന്നു എന്ന് കേതകി പുഷ്പം ബ്രഹ്മാവിനോട് പറഞ്ഞു. എന്നാൽ ആ സൂക്ഷ്മസ്തംഭത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല. ആ ദിശയിൽ ഒരു ശ്രമവും നടത്തരുതെന്ന് പുഷ്പം ബ്രഹ്മാവിനോട് ഉപദേശം നൽകി. കാരണം അതിന് പ്രയോജനമുണ്ടാകില്ല. ആ അഗ്നിസ്തംഭത്തിന്റെ പരിധി കാണുന്നതിൽ ഞാൻ വിജയിച്ചുവെന്ന് വിഷ്ണുവിന്റെ മുൻപാകെ കള്ളസാക്ഷ്യം നൽകാൻ ബ്രഹ്മാവ് കേതകി പുഷ്പത്തിന്റെ സഹായം തേടി. കേതകി പുഷ്പം സമ്മതിച്ചു. ഇരുവരും വിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി ആ സ്തംഭത്തിന്റെ പരിധി ഞാൻ കണ്ടതായി ബ്രഹ്മാവ് അദ്ദേഹത്തോട് സ്ഥാപിച്ചു. കേതകി പുഷ്പം അതിന് സാക്ഷ്യം രേഖപ്പെടുത്തി. ബ്രഹ്മാവിന്റെ ശ്രേഷ്ഠത വിഷ്ണു അംഗീകരിക്കുന്നു. അതിനാൽ ഭഗവാൻ ശിവൻ ബ്രഹ്മാവിനോട് അത്യധികം ക്ഷുഭിതനായി. ബ്രഹ്മാവിന്റെ നുണയ്ക്ക് ശിവൻ ബ്രഹ്മാവിനെ ശിക്ഷിക്കാനൊരുങ്ങി. ബ്രഹ്മാവിന്റെ ജീവൻ രക്ഷിക്കാൻ വിഷ്ണു ഭഗവാൻ ശിവനോട് അപേക്ഷിച്ചു. ഭഗവാൻ വിഷ്ണുവിൽ സംപ്രീതനായി അദ്ദേഹത്തിന് സ്വന്തം അവസ്ഥയുടെ അതേ പദവി നൽകി. പ്രിയരെ, 7-ാം ഭാഗത്തിൽ ശിവൻ ബ്രഹ്മാവിനെ നിർബന്ധിക്കുന്നു. നന്ദികേശ്വരൻ കഥ തുടർന്ന് പറയുന്നു. വിഷ്ണുവിന് പുതിയ അവസ്ഥ നൽകിയ ശേഷം ശിവൻ തന്റെ തൃക്കൺ തുറന്നുകൊണ്ട് അതിലൂടെ ഭൈരവനായി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ബ്രഹ്മാവിനെ നിഗ്രഹിക്കുവാൻ ഭൈരവനോട് കൽപ്പിച്ചു. ഭൈരവൻ തന്റെ വാളുകൊണ്ട് ബ്രഹ്മാവിന്റെ 5-ാമത്തെ തല മുറിച്ചു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ബ്രഹ്മാവ് ഭയന്ന് വിറച്ചു. അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ സഹതാപം തോന്നിയ വിഷ്ണു ശിവനോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. ശിവൻ ഭൈരവനെ തടഞ്ഞുകൊണ്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ആരാധനയ്ക്ക് അർഹനാകുവാനുള്ള ആഗ്രഹത്തോടെ നീ കള്ളം പറഞ്ഞു. ആരും നിന്നെ ആരാധിക്കില്ല. 4 തലകൾ മാത്രമേ ഇനി മുതൽ നിനക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അതോടെ ബ്രഹ്മാവ് ശിവനോട് മാപ്പപേക്ഷിച്ചു. ബ്രഹ്മാവിനോട് കരുണ തോന്നിയ ശിവൻ എല്ലാ യാഗങ്ങളുടെയും അധിപനാകുവാനുള്ള വരം അദ്ദേഹത്തിന് നൽകി.
അതുപോലെ ബ്രഹ്മാവിൻ്റെ കൂടെ കള്ളസാക്ഷ്യം പറഞ്ഞതിന് കേതകി പുഷ്പത്തെയും ശിവൻ ശപിച്ചു. ആ പുഷ്പത്തെ ആരാധനയ്ക്കിടെ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കി. എന്നാൽ കേതകി പുഷ്പവും ക്ഷമാപണം നടത്തിയതോടെ ആരാധനയ്ക്കിടെ കേതകി പുഷ്പത്തെ വിഷ്ണുവിന് സമർപ്പിക്കുന്നത് ഭാഗ്യകരമാണെന്ന് ശിവൻ അനുഗ്രഹിച്ചു. പ്രിയരെ, 8-ാം ഭാഗത്തിൽ മഹേശ്വര പ്രതിഷ്ഠയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭഗവാന്മാരായ വിഷ്ണുവും ബ്രഹ്മാവും ശിവനെ വന്ദിച്ച് അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം നൽകി. തുടർന്നവർ അദ്ദേഹത്തെ ആരാധിച്ചു. ബ്രഹ്മാവും വിഷ്ണുവും അങ്ങനെ ആദ്യമായി ശിവനെ ആരാധിക്കുന്നു. ശിവനതിൽ വളരെയധികം സന്തുഷ്ടനായി. ആ ദിവസം ശിവരാത്രിയായി ആഘോഷിക്കുന്നു. ശിവനെ ആരാധിക്കുന്നതിന് ഏറ്റവും ശുഭകരമായ ദിവസമായി ഈ പ്രത്യേക ദിവസം കണക്കാക്കപ്പെടുന്നു. ശിവരാത്രി ദിനത്തിൽ പഴങ്ങൾ മാത്രം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തന് ഒരു വർഷം മുഴുവൻ ചെയ്യുന്ന ആരാധനയ്ക്ക് തുല്യമായ പുണ്യങ്ങൾ ലഭിക്കും. ഈ ദിവസമാണ് ശിവന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. അഗഹന മാസത്തിലും, അതായത് അഗ്രഹന്യ അല്ലെങ്കിൽ മാർഗശീർഷ, അതുമല്ലെങ്കിൽ വൃശ്ചിക മാസത്തിൽ ആർദ്ര നക്ഷത്ര സമൂഹത്തിലും ഞാൻ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ അവതരിച്ചു എന്ന് ഭഗവാൻ ശിവൻ തന്നെ ദേവന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം, അതായത് ശിവരാത്രിയിൽ എൻ്റെ ദർശനം ലഭിക്കുന്നതോ എൻ്റെ ലിംഗരൂപത്തിൽ എന്നെ ആരാധിക്കുകയോ ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് കാർത്തികേയനേക്കാൾ പ്രിയപ്പെട്ടവൻ. ഞാൻ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ അവതരിച്ച സ്ഥലം ലിംഗസ്ഥാൻ എന്ന പേരിൽ പ്രസിദ്ധമാകും. അഗ്നിപർവ്വതവുമായി സാമ്യമുള്ളതിനാൽ ഇത് അരുണാചൽ എന്നും അറിയപ്പെടുന്നു. പിന്നീട് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ നടന്ന യുദ്ധത്തിനിടെ മരിച്ച എല്ലാവരെയും ശിവൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പ്രിയരെ, 9-ാം ഭാഗത്തിൽ ഓംകാരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പിന്നീട് ഭഗവാൻ ശിവൻ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും 5 കർമ്മങ്ങളെക്കുറിച്ച്, അതായത് പഞ്ചകൃത്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. സൃഷ്ടി, സ്ഥിതി, അതായത് സ്ഥാനം, സംഹാരം, തിരോഭാവം, അതായത് മറയ്ക്കൽ, അനുഗ്രഹം, അതായത് കടമ അല്ലെങ്കിൽ ദയ എന്നിവയാണ് ഈ ലോകം പ്രവർത്തിക്കുന്നതിനുള്ള 5 കർമ്മങ്ങൾ. ഈ ലോകത്തിൻ്റെ ഉറവിടം സർഗത്തിലോ പ്രകൃതിയിലോ ആണ്. ഈ ലോകത്തിൻ്റെ സ്ഥാപനം സ്ഥിതി അല്ലെങ്കിൽ സ്ഥാനമാണ്. ഈ ലോകത്തിൻ്റെ നാശപ്രവണത സംഹാരം അല്ലെങ്കിൽ നാശമാണ്. ഈ ലോകത്തിൻ്റെ അഭാവത്തെക്കുറിച്ചുള്ള തോന്നൽ തിരോഭാവമോ അല്ലെങ്കിൽ മറയ്ക്കലോ മോക്ഷമോ കടമയോ അല്ലെങ്കിൽ അനുഗ്രഹമോ ആണ്. ആദ്യത്തെ 4 കർത്തവ്യങ്ങൾ, അതായത് പ്രകൃതി പോലുള്ള സർഗം ലോകത്തിന്റെ പോഷണത്തിന് സഹായിക്കുന്നുവെന്നും 5-ാമത്തെ കർത്തവ്യം മോക്ഷദാതാവാണെന്നും ഭഗവാൻ ശിവൻ വിശദീകരിക്കുന്നു. സൃഷ്ടി, അവസ്ഥി എന്നീ 2 കർത്തവ്യങ്ങൾ നോക്കാൻ ഞാൻ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. രുദ്രനെയും മഹേശ്വരനെയും സംഹാരത്തിന്റെയും ത്രിഭവത്തിന്റെയും ജോലി ഏൽപ്പിച്ചിരിക്കുന്നു. 5-ാമത്തെ കർത്തവ്യമായ അനുഗ്രഹം ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം. വിവിധ കർത്തവ്യങ്ങളുടെ വിഭജനത്തെക്കുറിച്ച് വിവരിച്ച ശേഷം ഭഗവാൻ ശിവൻ അവർക്ക് ഓംകാരം എന്നതിൻ്റെ അർത്ഥം വിശദീകരിച്ചു. ഓംകാരം വിശ്വത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ശിവന്റെയും ശക്തിയുടെയും ശക്തി അതിൽ അടങ്ങിയിരിക്കുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ ശക്തമായ മന്ത്രം എല്ലാത്തരം ലൗകിക നേട്ടങ്ങളും മോക്ഷവും നൽകുന്നു. അതിനുശേഷം ഭഗവാൻ ശിവൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഓംകാര മന്ത്രം ചൊല്ലി ദീക്ഷ നൽകി. ശിവലിംഗാരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം അവരോട് ഉപദേശിക്കുകയും ചെയ്തു. പ്രിയരെ, 10-ാം ഭാഗത്തിൽ ശിവാരാധനയുടെ ആചാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഋഷിമാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവലിംഗത്തെ ആരാധിക്കുന്ന രീതികളെക്കുറിച്ച് സുതൻ വിവരിച്ചു. മണ്ണ്, പാറ, ലോഹം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഒരു ശിവലിംഗം നിർമ്മിച്ച് തടസ്സമില്ലാതെ ദിവസവും ആരാധിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് അത് സ്ഥാപിക്കണം. ചര, അതായത് ചലിക്കുന്ന ലിംഗം വലിപ്പത്തിൽ ചെറുതായിരിക്കണം. സ്ഥിരലിംഗം വലുതായിരിക്കണം. ലിംഗത്തോടൊപ്പം തന്നെ പീഠവും നിർമ്മിക്കണം. ശിവലിംഗം നിർമ്മിക്കുവാനുള്ള നിയമം പ്രത്യേകം വിവരിച്ചിട്ടുണ്ട്. ലിംഗത്തിന്റെ വീതി ഭക്തന്റെ, അതായത് ലിംഗം നിർമ്മിക്കുന്നയാളുടെ വിരലിന്റെ 12 മടങ്ങ് കനവും 25 മടങ്ങ് നീളവും ഉണ്ടായിരിക്കണം. സൂചിപ്പിച്ച പ്രകാരം ലിംഗം സ്ഥാപിച്ച ശേഷം ഷോഡശോപചാരം നടത്തിയ ശേഷം അതിനെ ആരാധിക്കണം. ഷോഡശോപചാരം എന്നാൽ ഏതൊരു ദേവനെയും ആദരിക്കുന്നതിനും ആരാധിക്കുന്നതിനുമായി 16 നിർദ്ദിഷ്ട ഘട്ടങ്ങളോ വഴിപാടുകളോ അടങ്ങുന്ന ഒരു സമഗ്രമായ ഹിന്ദു ആചാരമാണ്. നമ്മുടെ തള്ളവിരൽ ഒരു ശിവലിംഗത്തെ പ്രതീകപ്പെടുത്തുന്നു. അതിനെ ആരാധിക്കാം. ശിവലിംഗത്തെ ആരാധിക്കുമ്പോൾ ഓം നമഃശിവായ എന്ന മന്ത്രം തുടർച്ചയായി ജപിക്കണം. ഈ മന്ത്രം 5 കോടി തവണ ജപിക്കുന്നത് ഒരു മനുഷ്യനെ ശിവന്റെ വാസസ്ഥലം നേടാൻ സഹായിക്കുന്നു. അർദ്ധരാത്രിയിൽ ചെയ്യുന്ന ശിവാരാധന പ്രത്യേകിച്ചും ഫലദായകമായി കണക്കാക്കുന്നു. പ്രിയരെ, 11-ാം ഭാഗത്തിൽ ശിവന്റെ പുണ്യ തീർത്ഥാടനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ഗംഗാ നദിയുടെയും സിന്ധു നദിയുടെയും തീരങ്ങളിൽ ശിവനുമായി ബന്ധപ്പെട്ട നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. സരസ്വതി നദി ഒരു പുണ്യനദിയായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ അതിന്റെ തീരത്ത് താമസിക്കുവാനുള്ള അവസരം ലഭിക്കുന്നത് ബ്രഹ്മാവിന്റെ വാസസ്ഥലമായ ബ്രഹ്മലോകം പ്രാപിക്കാൻ സഹായിക്കുന്നു. അതുപോലെ കാശി, നൈമിഷാരണ്യം, ബദ്രികാശ്രമം, കേദാരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ശിവന്റെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട്. ഗംഗ, യമുന,
സരസ്വതി, ഗോദാവരി, നർമ്മദ, കാവേരി, സരയു, തുംഗഭദ്ര തുടങ്ങിയ പുണ്യനദികളുടെ തീരത്തും നിരവധി ശിവക്ഷേത്രങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിൽ ശിവനെ ആരാധിക്കുന്നത് അക്ഷയമായ പുണ്യങ്ങൾ നൽകുകയും മനുഷ്യനെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, ശിവപുരാണത്തിന്റെ ആദ്യ അധ്യായമായ വിദ്വേശ്വര സംഹിതയുടെ 12ാം ഭാഗത്തിൽ അതത് ജാതികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഋഷിമാരുടെ അഭ്യർത്ഥന പ്രകാരം സുതൻ ഒരു മനുഷ്യന്റെ സദ്ഗുണപരവും അധാർമികവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതായത് ജാതികൾക്കനുസരിച്ച് വിവരിക്കുന്നു. വേദങ്ങളിൽ വിവരിക്കുന്നത് പോലെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ബ്രാഹ്മണനെ മാത്രമേ ദ്വിജൻ എന്ന് വിളിക്കാൻ അർഹതയുള്ളൂ. വേദങ്ങളിൽ അത്ര പ്രാവീണ്യമില്ലാത്ത ഒരു ബ്രാഹ്മണനെ ക്ഷത്രിയ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു. കാർഷിക പ്രവർത്തനങ്ങളിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണനെ വൈശ്യ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന ശീലമുള്ള ഒരു ബ്രാഹ്മണനെ ശൂദ്ര ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു. തന്റെ പ്രജകളുടെ ക്ഷേമം നോക്കുന്ന ഒരു ക്ഷത്രിയനെ രാജാവ് എന്ന് വിളിക്കുന്നു. ബാക്കിയുള്ളവരെ ക്ഷത്രിയൻ എന്ന് വിളിക്കുന്നു. കച്ചവടത്തിൽ മുഴുകുന്ന ക്ഷത്രിയനെ വൈശ്യ ക്ഷത്രിയൻ എന്ന് വിളിക്കുന്നു. അതുപോലെ 3 ഉയർന്ന ജാതികളായ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നിവരുടെ സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു ക്ഷത്രിയനെ ശൂദ്ര ക്ഷത്രിയൻ എന്ന് വിളിക്കുന്നു. പ്രിയരെ, 13ാം ഭാഗത്തിൽ ധർമ്മത്തിന്റെ തരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ധർമ്മം 2 തരത്തിലാണെന്ന് കരുതപ്പെടുന്നു. 1 ദ്രവ്യവും പദാർത്ഥങ്ങളുമായി അനുഷ്ഠിക്കുന്ന ധർമ്മം, 2 ശാരീരിക പ്രവർത്തനങ്ങളിൽ മുഴുകി അനുഷ്ഠിക്കുന്ന ധർമ്മം. ആദ്യ വിഭാഗത്തിൽ പെടുന്നതാണ് യാഗം മുതലായവ അനുഷ്ഠിക്കുന്നത്. പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് 2ാമത്തെ വിഭാഗമാണ്. സത്യയുഗത്തിൽ ആത്മജ്ഞാനം നേടുവാനുള്ള മാർഗമായിരുന്നു ധ്യാനം. ത്രേതായുഗത്തിൽ തപസ്സിലൂടെയും ദ്വാപരയുഗത്തിൽ യാഗം അനുഷ്ഠിച്ചുമാണ് നേടിയത്. കലിയുഗത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മസാക്ഷാത്കാരം നേടാനുള്ള മാർഗമായി വിഗ്രഹാരാധന കണക്കാക്കപ്പെടുന്നു. അധാർമിക ദുഃഖത്തെ ക്ഷണിച്ചു വരുത്തുമ്പോൾ സദാചാരം സന്തോഷവും ആനന്ദവും നൽകുന്നു. തുടർന്ന് ഋഷിമാർ സുതനോട് അഗ്നിയാഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബ്രഹ്മയാഗത്തെക്കുറിച്ചും ഗുരുപൂജയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ക്രമത്തിൽ ചോദിച്ചു. സുതൻ പറഞ്ഞു, ദ്രവ്യങ്ങളും വസ്തുക്കളും പവിത്രമായ അഗ്നിയിൽ അർപ്പിച്ച് ഹവനം ചെയ്യുന്നതിനെ അഗ്നിയാഗം എന്ന് വിളിക്കുന്നു. ഈ ആചാരം പ്രത്യേകിച്ച് ബ്രഹ്മചാരികൾക്ക് വേണ്ടിയുള്ളതാണ്. വൈകുന്നേരങ്ങളിൽ ഹവനം നടത്തുന്നത് ഐശ്വര്യം നൽകുന്നു. അതേസമയം പ്രഭാതത്തിൽ ഹവനം ചെയ്യുന്നത് ദീർഘായുസ് നൽകുന്നു. പകൽ സമയത്ത് ദേവന്മാർക്ക് യാഗം അർപ്പിക്കുന്നത് ദേവയാഗം എന്ന് വിളിക്കുന്നു. വേദങ്ങളുടെ പഠനത്തിന്റെ സഹായത്തോടെ ഒരു ബ്രാഹ്മണൻ ബ്രഹ്മയാഗം നടത്തണം. ആദ്യമായി ശിവൻ തനിക്കായി ഒരു ശുഭദിനം തിരഞ്ഞെടുത്തു. അതിന് ഞായറാഴ്ച എന്ന് പേരിട്ടു. അതിനുശേഷം ആഴ്ചയിലെ ശേഷിക്കുന്ന 6 ദിവസങ്ങൾക്കും അദ്ദേഹം നാമങ്ങൾ നൽകി. അവ യഥാക്രമം നിരവധി ദേവതകൾക്ക് സമർപ്പിച്ചു. തിങ്കൾ അതായത് ദുർഗ, ചൊവ്വ അതായത് സ്കന്ദൻ, ബുധൻ അതായത് വിഷ്ണു, വ്യാഴം അതായത് യമൻ, വെള്ളി അതായത് ബ്രഹ്മാവ്, ശനി അതായത് ഇന്ദ്രൻ. ഈ ദേവതകളെ അതത് ദിവസങ്ങളിൽ ആരാധിക്കുന്നത് ശാന്തിയോടൊപ്പം എല്ലാത്തരം നേട്ടങ്ങളും നൽകുന്നു. പ്രിയരെ, 14ാം ഭാഗത്തിൽ ശിവനെ ആരാധിക്കുന്നതിന് ഉചിതമായ സ്ഥലവും സമയവും പ്രവചിക്കുന്നു. ഒരു വീട്ടിലെ ശുദ്ധമായ സ്ഥലത്ത് ശിവനെ ആരാധിക്കുന്നത് ഉചിതമായ ഫലം ചെയ്യും. അതേസമയം ഗോശാലയിൽ ചെയ്യുന്ന ആരാധന ആദ്യത്തേതിനേക്കാൾ 10 ഇരട്ടി പുണ്യം നൽകും. ഒരു നദിയുടെ തീരത്ത് ശിവനെ ആരാധിക്കുന്നത് അതിലും 10 ഇരട്ടി പുണ്യം നൽകും. ക്ഷേത്രത്തിലോ തുളസിയിലോ സപ്തഗംഗാ തീരത്തോ നടത്തുന്ന ശിവാരാധന 3ാമത്തേതിനേക്കാൾ 10 ഇരട്ടി പുണ്യം നൽകും. എന്നാൽ പരിപൂർണമായ ഏകാഗ്രതയോടെ ചെയ്യുന്ന ആരാധന മികച്ച ഫലങ്ങൾ നൽകുന്നു. സമയത്തിന്റെ പ്രാധാന്യം എന്നത് സത്യയുഗത്തിൽ യാഗവും ദാനവും പൂർണ്ണമായി ഫലം നൽകി. ത്രേതായുഗത്തിൽ ഇവ പകുതി ഫലം നൽകി. ഇപ്പോഴത്തെ കലിയുഗത്തിൽ അത് 4/1 ഫലം നൽകി. ശുദ്ധമായ ഹൃദയത്തോടെ ചെയ്യുന്ന പുണ്യകർമ്മം വെറുതെയാകില്ല. അവയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തിന്റെ ക്രമത്തിൽ മറ്റ് ശുഭദിനങ്ങൾ യഥാക്രമം സൂര്യസംക്രാന്തി, മേടസംക്രാന്തി, ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം എന്നിവയാണ്. പ്രിയരെ, 15ാം ഭാഗത്തിൽ ശിവവിഗ്രഹത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. വിദ്വേശ്വര സംഹിതയുടെ 15ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ കളിമണ്ണിൽ നിർമ്മിച്ച ശിവപ്രതിമ പോലും ആരാധിച്ചാൽ അവന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടുമെന്ന് പരാമർശിച്ചിട്ടുണ്ട്. ശിവപ്രതിമ നിർമ്മിക്കുന്നതിന് നദിയുടെയോ കുളത്തിന്റെയോ കിണറിന്റെയോ മറ്റേതെങ്കിലും സ്ഥലത്തിന്റെയോ അടിത്തട്ടിൽ നിന്ന് കളിമണ്ണ് പകൽ ശേഖരിക്കണം. ഇതിൽ കളിമണ്ണിന്റെ സുഗന്ധമുള്ള പൊടിയും പാലും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കണം. വിഗ്രഹ നിർമ്മാണം പൂർത്തിയായ ശേഷം ഷോഡശോപചാരം എന്ന 16 തരം ആചാരങ്ങളാലും അതിനെ ആരാധിക്കണം. ശിവലിംഗം മറ്റാരെങ്കിലും നിർമ്മിച്ചതാണെങ്കിൽ 3 സേര നിവേദ്യം സമർപ്പിക്കണം. അതേസമയം ഒരാൾ സ്വയം ശിവലിംഗം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ സേരത്തിന്റെ 4/1 സമർപ്പിക്കണം. സേര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരാതന കാലഘട്ടത്തെ ഒരു അളവിനെയാണ്. അത്തരമൊരു വിഗ്രഹത്തെ 1000 തവണ പൂജിച്ചാൽ അതൊരു ഭക്തനെ സത്യലോകം പോകുവാൻ സഹായിക്കും.
അത്തരമൊരു വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യുന്നത് ആത്മശുദ്ധീകരണത്തിന് സഹായിക്കുന്നു. സുഗന്ധം അർപ്പിക്കുന്നത് പുണ്യങ്ങൾ നൽകുന്നു. നൈവേദ്യം ആയുസ് വർദ്ധിപ്പിക്കുന്നു. ധൂപം കൊണ്ട് പൂജിക്കുന്നത് യഥാക്രമം സമ്പത്തും സമൃദ്ധിയും നൽകുന്നു. കത്തിച്ചു വെച്ച വിളക്ക് വെച്ച് വിഗ്രഹത്തെ ആരാധിക്കുന്നത് ഭക്തന് അറിവ് നൽകുന്നു. അതേസമയം വെറ്റില അർപ്പിക്കുന്നത് മഹത്വം നൽകുന്നു. മാഘമാസത്തിലും അതായത് മകരമാസത്തിലും കൃഷ്ണ ചതുർദശിയിലും ശിവനെ ആരാധിക്കുന്നതിനാൽ ദീർഘായുസ് ലഭിക്കും. ലൗകിക സുഖങ്ങളും മോക്ഷവും ശിവനെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കും. കാർത്തിക മാസത്തിൽ അതായത് തുലാമാസത്തിൽ ജപം, തപസ് മുതലായവ ചെയ്തുകൊണ്ട് ശിവനെ ആരാധിക്കുന്നത് പ്രത്യേക ഫലങ്ങൾ നൽകുകയും ഭക്തൻ എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും മുക്തനാവുകയും ചെയ്യും. ഞായറാഴ്ച ശിവനെ ആരാധിക്കുന്ന ഭക്തൻ പുനർജന്മത്തിൽ നിന്ന് മുക്തനാകും. പ്രിയരെ, ശിവമഹാപുരാണത്തിന്റെ 1-ാം ഭാഗം ഇവിടെ നിർത്തട്ടെ. 2-ാം വീഡിയോവിൽ 16-ാം ഭാഗം മുതൽ തുടങ്ങാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.